അതേസമയം വെനസ്വേലയിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കാം. വെനസ്വേലയെ രണ്ടാമതും ആക്രമിക്കാനുള്ള പദ്ധതി താൻ തയ്യാറാക്കിയതായി ഡൊണാൾഡ് ട്രംപ്. യുഎസുമായി ആ പദ്ധതി തയ്യാറാക്കിയിരുന്നു, അത് റദ്ദാക്കി എന്നാണ് ട്രംപ് പറഞ്ഞത്. യുഎസുമായി നല്ല രീതിയിൽ ഇപ്പോൾ വെനസ്വേല പ്രവർത്തിക്കുന്നുണ്ട്. അടുത്തയാഴ്ച വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മെച്ചാഡോയെ കാണാൻ പദ്ധതിയുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. അഭിലാഷ് തന്നെ വിവരങ്ങൾ നൽകും. അഭിലാഷ്, വീണ്ടും തൻ്റെ വിശാല മനസ്സിനെ കുറിച്ച് തന്നെ പറയുകയാണ് ട്രംപ്. പക്ഷേ അതിലും കൗതുകമുള്ള ഒരു കാത്തിരിപ്പാണ് ഈ മരിയ കൊറീന മച്ചാഡോയുടെ കൂടിക്കാഴ്ചയിൽ ഉണ്ടാവുക. അത് തൻ്റെ നോബൽ സമ്മാനം ട്രംപിന് മറിയ സമ്മാനിക്കുമോ എന്നതാണ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. നിലവിലെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, വെനസ്വേലയിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ സംഭവമൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ വലിയൊരു പ്രതിരോധമൊന്നും വെനസ്വേലയുടെ ഈ പുതിയ ഭരണകൂടത്തിൽ നിന്ന് അമേരിക്കക്കെതിരെ ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഡെൽസി റോഡ്രിഗസ് അവിടുത്തെ ഇപ്പോൾ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. മദൂറോയുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന നേതാവ്. അവരിപ്പോൾ അമേരിക്കയുമായി ഒത്തുചേർന്ന് അല്ലെങ്കിൽ സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ വെനസ്വേല നമുക്കറിയാം, അമേരിക്കയുമായൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയ രാജ്യം. അതുപോലെ തന്നെ അവർക്ക് അമേരിക്കയുമായി ഒന്നും മുട്ടി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നിലപാട് വെനസ്വേലയുടെ നേതാവ് എടുത്തു എന്ന് വേണം നമുക്ക് കരുതാൻ. അതേപോലെ തന്നെ ഈ അമേരിക്കയുടെ നടപടിയെ വിമർശിക്കുന്നുണ്ടെങ്കിലും അമേരിക്ക ചെയ്തത്, വെനസ്വേലയോട് ചെയ്തത് ഭയാനകമായ തെറ്റാണെന്നൊക്കെ പറയുമ്പോഴും അമേരിക്കയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിലപാടിലേക്ക് ഡെൽസി റോഡ്രിഗസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് അവിടുത്തെ ഇനിയൊരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിലേക്കോ പോയി കഴിഞ്ഞാൽ വെനസ്വേല പൂർണ്ണമായും അമേരിക്കയുടെ അധീനതയിലാകുമെന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു സാഹചര്യത്തിൽ വെനസ്വേല എന്ന രാജ്യത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ ഡെൽസി റോഡ്രിഗസ് അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്നും വെനസ്വേലയുടെ വികസനത്തിന് അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉറപ്പാക്കുമെന്നും ഇരു രാജ്യങ്ങളും ചർച്ചകൾ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഡെൽസി റോഡ്രിഗസ് ഒരു നിലപാടെടുത്തത്. ആ നിലപാടിനെ സ്വാഗതം ചെയ്ത ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, തനിക്ക് ഈ പുതിയതായിട്ട് ചുമതലയേറ്റ ഭരണാധികാരി അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്നില്ലായിരുന്നുവെങ്കിൽ താൻ ഒരുപക്ഷെ ഒരിക്കൽ കൂടി വെനസ്വേലയെ ആക്രമിക്കാൻ തുനിഞ്ഞേനെ. പക്ഷേ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ വരും ദിവസങ്ങളിൽ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, ഈ വരുന്ന ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച മരിയ കൊറീനോ മച്ചാഡോ 2025 സമാധാന നൊബൽ പ്രൈസ് ജേതാവാണ്. അവരെ നേരിൽ കാണുമെന്ന് കൂടി ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. അവർ തന്നെ കാണാൻ വരുമെന്ന് അറിയിച്ചു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നേരത്തെ മരിയ കൊറീന മച്ചാഡോ പറഞ്ഞിരുന്നു, തനിക്ക് ലഭിച്ച നൊബേൽ സമ്മാനം അത് ഡൊണാൾഡ് ട്രംപിനും അവകാശപ്പെട്ടതാണ്, അദ്ദേഹവുമായി അത് പങ്കിടാൻ താൻ തയ്യാറാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. എന്തായാലും ചൊവ്വാഴ്ച നടക്കുന്ന അല്ലെങ്കിൽ ബുധനാഴ്ച നടക്കുന്ന ആ ഒരു കൂടിക്കാഴ്ചയിൽ ഇക്കാര്യത്തിൽ മരിയ കൊറീന മച്ചാഡോ തന്റെ നിലപാട് പ്രഖ്യാപിച്ചേക്കാം. ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപ് ആ ഒരു സമാധാന നൊബേൽ സമ്മാനം പങ്കിടാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ അന്ന് നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. ഈ വിഷയത്തിൽ ഈ വെനസ്വേലയിലേക്ക് വന്നാൽ അവിടുത്തെ എണ്ണ കമ്പനികളുമായി ബന്ധപ്പെട്ട് അവിടെ നമുക്കറിയാം 307 ബില്യൺ ബാരൽ ക്രൂഡ് ഉണ്ടെന്നുള്ളതാണ് കണക്ക്. അതിൽ 30 മുതൽ 50 ബില്യൺ ക്രൂഡ് ഇപ്പോൾ അമേരിക്ക അവിടുന്ന് ശേഖരിക്കുമെന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ വിവിധ കമ്പനികളുമായി താൻ സംസാരിച്ചുവെന്നും അവർ $100 ബില്യൺ നിക്ഷേപം വെനസ്വേലയിൽ എത്രയും വേഗം നടത്തുമെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. മാത്രമല്ല, വലിയ രീതിയിലുള്ള തൊഴിൽ വെനസ്വേലയ്ക്ക് ലഭിക്കും. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാകും, അതുപോലെ അവിടെ വികസനം വരും, ആളുകൾക്ക് തൊഴിൽ കിട്ടും. ഇപ്പോഴത്തെ ഒരു കഷ്ടപ്പാട് വെനസ്വേലയ്ക്ക് ഇല്ലാതാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. അതായത് അമേരിക്കയുടെ വെനസ്വേലയിലെ എണ്ണ മുഴുവൻ അമേരിക്ക പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ മാത്രമേ മുന്നോട്ട് പോകൂ. അത് എങ്ങനെയാണ് അത് എടുക്കേണ്ടത്, അതുപോലെ ഏത് മേഖലകളിലേക്കാണ് വിറ്റുപോകുന്നത്, അതിൻ്റെ ലാഭം എത്രയാണ്, ഈ കാര്യങ്ങളിലെല്ലാം അമേരിക്കയ്ക്ക് മാത്രമായിരിക്കും അവകാശം. വെനസ്വേലയ്ക്ക് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള അവകാശവും ഉണ്ടാകില്ല എന്ന് കൂടി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ ഇതിൽ എത്രത്തോളമാണ് ലാഭവിഹിതം ആർക്കൊക്കെയാണ് ലഭിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇനി വരും ദിവസങ്ങളിലായിരിക്കും ചർച്ച വരിക. എന്തായാലും അമേരിക്ക വെനസ്വേലയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു. ഡെൽസി റോഡ്രിഗസിന് ഒരുപക്ഷെ
ഒരു പരിധിവരെയെങ്കിലും അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ നിക്കോളാസ് മധൂറോ അവിടെ ജയിലിൽ തടവിൽ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ അമേരിക്ക ചില കപ്പലുകൾക്ക് കരീബിയൻ തീരത്ത് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു കപ്പലിനെ കൂടി അമേരിക്ക പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒലീന എന്ന് പറയുന്ന ക്രൂഡ് കപ്പലിനെയാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഈ പ്രദേശത്ത് വെനസ്വേലയിൽ നിന്ന് ഏതെങ്കിലും കപ്പൽ തങ്ങൾ അറിയാത്ത രീതിയിൽ അല്ലെങ്കിൽ തങ്ങളുടെ അനുമതിയില്ലാതെ എണ്ണയുമായി പോകുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ചെടുക്കുമെന്നുള്ള നിലപാട് അമേരിക്ക തുടരുകയാണ്. കഴിഞ്ഞ ദിവസം റഷ്യയുടെ പതാക ഏന്തി വന്ന മർനേര എന്ന് പറയുന്ന കപ്പലിനെയും കൂടി ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക പിടിച്ചെടുത്തൊരു സാഹചര്യമുണ്ട്. ഇക്കാര്യത്തിലടക്കം ഇനിയിപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ ഈ ഉപരോധമെല്ലാം ഏർപ്പെടുത്തിയത് അവസാനിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വെനസ്വേലയുടെ കാര്യത്തിലും അമേരിക്ക ആധിപത്യം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ക്രൂഡ് റിഫൈൻ ചെയ്യുന്ന കാര്യത്തിലുള്ള നടപടികളിലേക്ക് അമേരിക്ക കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജ, അഭിലാഷാണ് വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.